സർവൈന്ദത്വംസി. ഗുരുപാദങ്ങളിൽ ആത്മപ്രണാമം. എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം. ഇന്ന് നമുക്ക് ധ്യാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, അതായത് ആ രാജയോഗം എന്ന തലത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഗുരു മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഒന്ന് എന്താണെന്ന് നോക്കാം. ഗുരു ഇപ്പോൾ നമുക്ക് വളരെ ലളിതമായി തന്നെ ധ്യാനത്തിലൂടെ മുന്നോട്ട് പോകുവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ധ്യാനം എന്നത് ജീവാത്മാവിലേക്കുള്ള മാർഗമാകുന്നു. ജീവാത്മാവിൻ്റെ മാർഗം പരമാത്മാവിലേക്കാകുന്നു. ജീവാത്മാ പരമാത്മാ ഐക്യം ശിവയോഗമാകുന്നു. ശിവയോഗാവസ്ഥ സമാധിയാകുന്നു. ഗുരുവിൻ്റെ ഒരു വചനമാണ്. ആ ജീവാത്മാവിൻ്റെ, അതായത് പരമാത്മാവും ജീവാത്മാവും ഒന്നാണെന്ന തിയറിറ്റിക്കലി ആദ്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനാണ് നമ്മൾ ധ്യാനത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. നിർഗുണമായ ആ നിർവികൽപ്പ സമാധി അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ സ്വാത്വികമായ ഗുണങ്ങൾക്കും അപ്പുറം, ഗുണങ്ങൾക്കതീതമായ അവസ്ഥയാണ്. പക്ഷെ അതിനു മുന്നേ നമ്മൾ സവികൽപ്പ സമാധിയിലെത്തുവാൻ പൂർണ്ണമായ ആ സ്വാത്വികമായ ഗുണങ്ങളെ കൊണ്ട് നമ്മൾ നിറയണം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആത്മജ്ഞാനാമൃതം എന്ന ബുക്കിൽ ഗുരു പറയുന്നുണ്ട്, ഗുരുപദേശം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്നതിന് വ്യക്തമായ ഒരു മറുപടി നമ്മൾ ഈ അജ്ഞാനത്തിൻ്റെ തലത്തിൽ നിന്ന് ആ പരിശുദ്ധമായ ബോധത്തിൻ്റെ, പരിശുദ്ധമായ ബുദ്ധിയുടെ തലത്തിലേക്ക് ഉയരുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തോടെ ഗുരു എഴുതിയിട്ടുണ്ട്. ഒരു ശിശുവിൻ്റെ നിർമ്മലമായ മനോഗതി പോലെ ഭാവി ഭൂതവർത്തമാന കെട്ടുകളിൽ നിന്നും മുക്തമായി ഭയരഹിതമായി ആത്മാവിൻ്റെ ആനന്ദാവസ്ഥ പ്രാപിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് നിങ്ങൾ ഗുരുപദേശത്താലെ ഒരു ജീവിതം നയിക്കുന്നതിൻ്റെ ഫലമായി നിങ്ങൾക്ക് വന്നു ചേരേണ്ടത് എന്ന്. അതുപോലെ അഷ്ടലിംഗസ്തുതിയിൽ വളരെ ഭക്തിയോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ഗുരു വിവരിച്ചിട്ടുണ്ട്. വിദ്യാദിവിദ്യാകാരണലിംഗം യോഗീയതീര പ്രതിഷ്ഠിതലിംഗം തത്വമസി ജ്ഞാനമാർജിതലിംഗം സർവസ്ഥിതി സാരഗ്രാഹിതലിംഗം. ഇതിലൊക്കെ നമ്മൾ എളുപ്പം ആണ് പോകുന്നതെങ്കിലും നമുക്കിപ്പോൾ മനസ്സ് ശാന്തമാകുന്നുണ്ട്, ഒരുവിധം എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെ തോന്നുമെങ്കിലും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ അവിദ്യയ്ക്കും വിദ്യയ്ക്കും കാരണമായിരിക്കുന്നത് ഒരേ ഒരു സത്യം മാത്രമാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സമയമാകുമ്പോൾ ആ അവിദ്യയുടെ ഗ്രന്ഥി മുറിഞ്ഞു പോവുകയാണ്, അറ്റുപോവുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് വിദ്യയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. തത്വമസി പൊരുളിനെ അറിയണമെങ്കിൽ, ഈ പ്രപഞ്ചസ്ഥിതിയുടെ സാരം അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് പ്രയത്നിക്കേണ്ടതുണ്ട്. അതിന് ആദ്യം നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമാക്കാനായിട്ട് ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുക. സ്വാത്വിക ഗുണം എന്തൊക്കെയാണെന്നും അത് എങ്ങനെ വളർത്തിയെടുക്കാമെന്നും ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാമെന്നും നമ്മൾ മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുക. അപ്പോൾ രജോ ഗുണം തമോ ഗുണം അത്യാവശ്യത്തിന് ഉണ്ടാകും.
അത് അത്യാവശ്യത്തിന് മാത്രം. ഒരുപക്ഷെ ഉറക്കമൊക്കെ തമോ ഗുണത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഉറക്കം വേണമല്ലോ, നമുക്കത് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ചില സാഹചര്യങ്ങളിൽ ഒരു രജോ ഗുണം, പക്ഷെ അത് ഒപ്പം തന്നെ സ്വാത്വിക ഭാവത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് നിർത്താനുള്ള ഒരു അറിവും പക്വതയും ശക്തിയും ഒക്കെ നമുക്കുണ്ടാകണം. ദൗർബല്യമുള്ള ഒരു മനസ്സിന് ഒരിക്കലും ഇതൊന്നും പ്രാക്ടിക്കലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു പവർഫുൾ ആയിട്ടുള്ള, വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവും ശക്തിയുമാണ് വിവേകം, വിവേചന ശക്തി. എപ്പോഴും എല്ലാവരും ആത്മീയതയിൽ പറയുന്നത് രാജഹംസത്തെയാണ്. പാലും വെള്ളവും വേർതിരിച്ച് പാല് മാത്രം സ്വീകരിക്കുന്ന ആ രാജഹംസം, അതുപോലെയാകണം നമ്മൾ. നമുക്ക് സൂക്ഷ്മമായി ഒരുപാട് നമ്മൾ അറിയാണ്ട് അല്ല എന്ന് ഞാൻ പറയുന്നില്ല, നമ്മളുടെ ഉള്ളിൽ അറിയാത്തതൊന്നുമില്ല. നമ്മൾ ആത്മാവിനെ, നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവിനെ സാക്ഷി നിർത്തി നമ്മൾ പരിശോധന ചെയ്യുമ്പോൾ, ഏകാന്തമായി ഏകാഗ്രതയോടെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യമില്ലാത്ത ഗുണങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കഴുകിയെടുക്കുമ്പോഴാണ് ഒരു ശിശുവിന്റെ നിർമ്മലമായ മനോഗതി പോലെ നമുക്ക് ഭയരഹിതമായ ഒരു അവസ്ഥ സംജാതമാകുക. അതിന് കുറച്ച് ഭക്തിയും കൂടി ചേർത്ത് നമുക്ക് ധ്യാനത്തിലൂടെ മുന്നോട്ട് പോകാം. യോഗം അവസ്ഥയിലേക്ക് വരുമ്പോൾ പവിത്രമായ ജ്ഞാനത്തിനോടൊപ്പം പവിത്രമായ ജ്ഞാനം നിലനിൽക്കണമെങ്കിൽ നിർമ്മലമായ ഭക്തി കൂടെ ഉണ്ടാകണം. അതിനും ഗുരു പറയുന്നുണ്ട്, ഈ ദൈവഭാവത്തിനോടുള്ള നിഷ്കാമമായ നിഷ്കളങ്കമായ പ്രേമം, സമർപ്പണം, ആദരവ്, അതാണ് ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ആരെയും ബോധിപ്പിക്കാനോ ഒരുപാട് ചടങ്ങുകളിലൂടെ അത് കാട്ടിക്കൂട്ടാനോ ഉള്ളതല്ല. സ്വന്തം ഹൃദയത്തിൽ സൂക്ഷ്മമായി പവിത്രമായി കാത്തു സൂക്ഷിക്കേണ്ട ആ പരമമായ വിശ്വശക്തിയോടുള്ള, ആ വിശ്വമാതാവിനോടുള്ള പ്രണയം, ആ പ്രേമം എപ്പോഴും കാത്തു സൂക്ഷിക്കുമ്പോൾ ആ വിശ്വശക്തിയോടുള്ള കണക്ഷനിലൂടെ അവിടെ നിന്ന് തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ദുർഗുണങ്ങളെ പറ്റിയും സദ്ഗുണങ്ങളെ പറ്റിയും നമുക്ക് പറഞ്ഞു തരും. ഈസിയായി നമുക്ക് മുന്നോട്ട് പോകാൻ ഗുരുവിന്റെ അനുഗ്രഹത്താലേ സാധിക്കും. ഇതിലെ രാജയോഗത്തിന്റെ ആദ്യത്തെ ഘട്ടം യമനിയമങ്ങളാണ് അല്ലെ. എല്ലാവർക്കും അറിയാം അഷ്ടാംഗയോഗത്തിന്റെ 8 പടികളും. ഒന്നും കൂടി നമുക്ക് യമത്തിൽ ഗുരു ശിവസായി നമുക്ക് ഒന്നും കൂടിയും അതിനെ ഗൃഹസ്ഥാശ്രമികൾക്കും കൂടി വേണ്ടി ഒന്നും കൂടി വിശദീകരിച്ചിട്ടുണ്ട്. യമം സ്വന്തം ജീവിതത്തിൽ പ്രതിസന്ധികളും മറ്റും വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു, സന്തുലനാവസ്ഥയോടുകൂടി. കോപമോ സങ്കടമോ വിദ്വേഷ ഭാവനയോ മറ്റു നെഗറ്റീവ്, നമുക്ക് നെഗറ്റീവായത് ഒരു പക്ഷെ മറ്റുള്ളവർക്ക് പോസിറ്റീവ് ആവും, അപ്പോൾ അതും പറയാൻ സാധിക്കില്ല. പക്ഷെ എങ്കിലും അതിനെ എങ്ങനെ വളരെ മറ്റുള്ളവർക്കും നമുക്കും എന്താ പറയുക അതികഠിനമായ സങ്കടങ്ങളൊന്നും ഉണ്ടാക്കാതെ അതിനെങ്ങനെ മാനേജ് ചെയ്യുന്നു, അതിനുള്ളൊരു കഴിവ് യമത്തിലൂടെ നേടിയെടുക്കണം പ്രാക്ടിക്കലായി. പിന്നെ ഗുരു പറയുന്നുണ്ട് നിയമം. അതിൽ പതഞ്ജലി മഹർഷി 5 ഭാഗങ്ങളുണ്ട് യമത്തിൽ. നിയമത്തിലും 5 ഭാഗങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഇവിടെ ഞാൻ ഗുരു ശിവസായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിയമം ഗുരു പറയുന്നത് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണമെന്നും അവരെ മനസ്സിലാക്കണമെന്നും അതിനുള്ളൊരു കഴിവ്, മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അത് ഉണ്ടാകണം. ഒപ്പം നല്ല സംസ്കാരങ്ങൾ എങ്ങനെ നമ്മൾ പഠിക്കണം, മറ്റുള്ളവരിലെ നല്ല സംസ്കാരങ്ങളും നമുക്ക് മാതൃകയാക്കണം.
ഒപ്പം തന്നെ അവരുടെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ്. അത് വേണമെങ്കിൽ നമ്മൾ എവിടെയായിരിക്കണം, നമ്മളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എല്ലാ ഗുണങ്ങളെയും അതിജീവിച്ച് സമ്പൂർണ്ണ സ്വാത്വിക ഭാവത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അവരെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ പൂർണ്ണമായി നമ്മളെല്ലാം സൂക്ഷ്മമായും പരിശോധിക്കുമ്പോൾ നമ്മളുടെ ഉള്ളം, ചിത്തം പൂർണ്ണ ശുദ്ധമാണ്. നമ്മളിപ്പോൾ പൂർണ്ണമായും സ്വാത്വിക ഭാവത്തിലൂടെയാണ് എല്ലാ തലത്തിലും, എല്ലാ കാര്യത്തിലും, ആഹാരത്തിന്റെ കാര്യത്തിലായാലും കർമ്മത്തിന്റെ കാര്യത്തിലായാലും ചിന്തകളുടെ ലോകത്തായാലും, അതായത് അകത്തായാലും പുറത്തായാലും ബാഹ്യമായും ആന്തരികമായും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മമായി കടന്നു വരുന്നതൊക്കെ നമ്മൾ സ്വാത്വികമായ ഭാവത്തിലൂടെയാണ് എന്ന് നമുക്ക് ഉറപ്പ് വരുമ്പോൾ നമുക്ക് ആ പ്രകൃതിയുടെ അനുഗ്രഹം, ആ സപ്പോർട്ട്, ആ ഉപദേശം കിട്ടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരുടെ ദുസ്സംസ്കാരങ്ങളോ അല്ലെങ്കിൽ അവരുടെ നല്ലതല്ലാത്ത ഗുണങ്ങളെ തിരുത്തുവാനായിട്ട് അവകാശമുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ വീണ്ടും വീണ്ടും നമ്മൾ നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്ത് നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മളുടെ ഈ ജീവിതം ഇപ്പോൾ പഴയ തലങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരിക്കുന്നു എന്ന ഒരു ഉറപ്പ് നമ്മൾ എപ്പോഴും വരുത്തേണ്ടതുണ്ട് ഓരോ സന്ദർഭങ്ങളിലും. അപ്പോഴാണ് നിയമത്തിൽ ഗുരു പറഞ്ഞ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, നല്ല സംസ്കാരങ്ങൾ പഠിക്കാൻ, മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ, ഒരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ആധ്യാത്മികമായ പുരോഗതി സാധ്യമാകുകയുള്ളൂ. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതെല്ലാം നമ്മൾ എപ്പോഴും കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയി ധ്യാനവും കൂടിയാകുമ്പോൾ നമുക്ക് നല്ല ഒരു തലത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോ ഇവിടെ ഈ ശരീരത്തിനുള്ളിൽ തന്നെ ആ ജീവാത്മാ പരമാത്മാ ആ ശിവയോഗാവസ്ഥ അനുഭവിച്ച് അറിയാൻ എല്ലാവർക്കും സാധിച്ചില്ലെങ്കിലും നമ്മൾ ഈ കൂടൊഴിഞ്ഞ് പോകുമ്പോൾ ആ ഉന്നതമായ പരമാത്മാ തലത്തിലേക്ക് കടക്കുവാൻ നമുക്ക് സാധിക്കും. അതായത് പരേതാത്മാവാതെ പരമാത്മാ തലത്തിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിക്കും. അതെങ്കിലും നമുക്ക് ജീവിതത്തിൽ ആർജിക്കാൻ സാധിക്കും ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ. അതുകൊണ്ട് ഒപ്പം തന്നെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയും, സ്വാധ്യായം ഒരു വലിയ ഘടനയാണ് നിയമത്തിന്റെ. നമുക്ക് വേദനകളും വിഷമങ്ങളും അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളും ഒന്നും നടന്നില്ലെങ്കിൽ നമ്മൾ തന്നെ പരാതിപ്പെടാതെ പിറുപിറുക്കാതെ ഉള്ളതിൽ ആത്മസംതൃപ്തിയും സന്തോഷത്തോടും കൂടി നമുക്ക് കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരെ കുറിച്ച് അധികം ചിന്തിക്കാതെ, എന്നാൽ അവർക്ക് വേണ്ടി പരമാവധി നല്ല സദ്ഗുണ സമ്പന്ന നല്ല മനസ്സോടു കൂടി പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തും മനസ്സിലാക്കിയും നല്ല മനസ്സോടു കൂടി തിരുത്തിയും നമുക്ക് അവകാശപ്പെട്ടിടത്ത് മാത്രം മുന്നോട്ട് പോകുക. മറ്റുള്ളവരെ ഒരുപക്ഷെ അവർ നമ്മളെ കുറിച്ച് സ്നേഹിക്കുന്നവരും നല്ല തലത്തിലേക്ക് ഉയർത്താൻ ചിന്തിക്കുന്നവരുമാണെങ്കിൽ അവരെ കുറിച്ച് അവരിലുള്ള ദുശ്ശീലം മാറ്റാൻ നമ്മൾ സൂക്ഷ്മമായി പരിശ്രമിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ചില വളഞ്ഞ വഴിയിലുള്ള ഉപദേശങ്ങളൊന്നും നമ്മൾ അവർക്ക് കൊടുക്കരുത്, നമ്മൾ ബുദ്ധിശാലികളാണെന്ന് കരുതി. അതൊക്കെ പ്രകൃതി എന്ന അമ്മയുടെ എന്താ പറയുക, നല്ലൊരു പ്രഹരത്തിന് നമ്മൾ അടിമപ്പെടേണ്ടി വരും. കാരണം നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാത്ത സാഹചര്യത്തിൽ പ്രകൃതി നമ്മെ പ്രഹരത്തിലൂടെ ശരിയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതെന്താണ് പ്രഹരം എന്ന് ചോദിച്ചാൽ പല വിധത്തിലുമാകാം.
നമുക്ക് വല്ലാത്ത മാനസികമായ വേദനകൾ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ. അപ്പോൾ അതൊക്കെ തിരിച്ചറിയാനും കൂടിയാണ്. അതൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മളെ ഉയർന്ന തലത്തിലേക്ക്, ഉയർന്ന ആ എനർജി തലത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഉന്നത തലത്തിലേക്ക് എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിശ്വമാതാവ് നമ്മെ. അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ ഗുരുതത്വങ്ങൾ പഠിക്കേണ്ടത്, ഗുരു നൽകുന്ന ധ്യാനത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത്. അതും കൂടി ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ധ്യാനത്തിലൂടെ നിഷ്പ്രയാസം നല്ല ഒരു അവസ്ഥയിലേക്ക് ആ ദൈവ അനുഭവം നമുക്ക് പെട്ടെന്ന് തന്നെ ആ ആത്മാനന്ദം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. എല്ലാവർക്കും ശാശ്വതമായ ആനന്ദം വിട്ടുപോകാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതൊരു സമയത്തും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വലോകമാനവർക്കും ഗുരുനാമത്തിൽ ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ. ഗുരുപാദങ്ങളിൽ പ്രണാമം, നന്ദി. എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം.